ഒമേഗ എച്ച് വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് ഒറ്റപ്പാലത്തിൽ നിന്നും 2-3 കിലോമീറ്റർ മാറി വരോട് ചെർപ്പശ്ശേരി റോഡ് വരോട് ഭാഗം. വരോട് മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന 2 വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് പകർത്താൻ പോകുന്നത്. അതിലത്തെ ഒരു വീടിൻ്റെയാണ്. 7.5 സെൻറ്റ് സ്ഥലവും 1700 സ്ക്വയർ ഫീറ്റും വരുന്ന വീടിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കിവിടെ കോമ്പൗണ്ട് വാളൊക്കെ ഭാഗികമായിട്ട് അവർ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഔട്ട് സൈഡിൽ 2 ടോയ്ലറ്റ്സ് ഉണ്ട്, ബാത്റൂം വിത്ത് ടോയ്ലറ്റ്. പിന്നെ ഇതിൽ നമുക്ക് സ്റ്റെപ്പ് കയറി വരുന്ന രീതിയിലുള്ള ഒരു വഴി എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇതിൽ ടിപ്പറോ ടോറസോ കയറാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പത്തിലുള്ള റോഡും ഫ്രണ്ടേജുമാണ് ഉള്ളത്. സിറ്റ് ഔട്ട് പോർഷനാണ് നമ്മൾ കാണുന്നത്. വീട് 4 വർഷം മാത്രമാണ് പഴക്കം. പുതിയ വീട് തന്നെയാണ്. മുഖത്തിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. കൂടാതെ കണ്ടംപററി സ്റ്റൈലാണ് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കാണാം. ഒരു കണ്ടംപററി സ്റ്റൈലിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടേജിൽ നമുക്ക് ഒരു സിറ്റ് ഔട്ടാണ്. ഗസ്റ്റ് റൂം മതി. സിറ്റ് ഔട്ടിന് കഴിഞ്ഞിട്ട് ഉള്ളിൽ കൂടി കോണിപ്പടിയുണ്ട്. നമുക്കിതിൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. ഫസ്റ്റ് ബെഡ്റൂം, നമുക്ക് ഇതിൽ അലമാര, ഫിക്സഡ് അലമാരയാണ് കണ്ടത്. അതുകൂടാതെ നമുക്ക് ഇതിൽ നല്ല മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഡിസൈനിങ് കളറുകളാണ് എല്ലാ റൂമുകളിലും കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു മനോഹരമായിട്ടുള്ളൊരു യൂറോപ്യൻ ക്ലോസറ്റും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മൾ കണ്ടത്. അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ്. ഇവിടുന്ന് മാറിയാൽ നമുക്ക് കോണിപ്പടിയുടെ അടിയിൽ ഇൻവെർട്ടറൊക്കെ വെക്കാൻ പറ്റിയ പോർഷൻ കാണുന്നുണ്ട്. അതേമാതിരി ഇവിടെ സെൻട്രൽ പോർഷനിൽ നമ്മൾക്ക് ഒരു പൂജാ റൂം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 ഭാഗത്തായിട്ട് 2 റൂമുകളാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതും അത്യാവശ്യം വലുപ്പമുള്ളൊരു റൂം തന്നെയാണ്. ഇവിടെ സെൻട്രൽ പോർഷനിൽ ഒരു പൂജാ റൂം ഉണ്ട്. പ്രത്യേക ഒരു മോഡലിൻ്റെ വീടാണ്. 3ാമത്തെ ബെഡ്റൂമാണ്. അത് അറ്റാച്ച്ഡാണ്. BHK ആണ്. അതിൽ 2 അറ്റാച്ച്ഡാണ്.
നമുക്ക് ഹാളും അതേമാതിരി കിച്ചണും ഡൈനിങ് ഹാളൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. ഇതാണ് നമുക്ക് ഡൈനിങ് ഹാള് വരുന്നത്. വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൻ്റെ ഒരു ഇതാണ് ഭാഗമാണ്. കിച്ചൺ കൂടാതെ വർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതാണ് പുകയില്ലാത്ത അടുപ്പൊക്കെ ഉണ്ട്. ഈ വീടിന് അവരുദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോഡിൽ നിന്ന് ഇത്ര ദൂരമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീടാണ്. അപ്പോൾ എല്ലാവരും ബന്ധപ്പെടുക. 2 വീടും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൽ. ഇനി അടുത്തൊരു വീട്ടിലേക്ക് നമുക്ക് അതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടാണ് 2-in-1 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് സെയിം റേറ്റ് തന്നെയാണ്. അത് കുറച്ച് പഴക്കമുള്ളതാണ്. എന്നാലും 10 സെൻറ്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടുമാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കണ്ട് നമ്മൾ ടെറസ് പോർഷനിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രം. അപ്സ്റ്റേറിലേക്ക് കയറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റാൻ പറ്റുന്ന രീതിയിൽ ഫൗണ്ടേഷനൊക്കെ നല്ല വെൽറ്റിട്ടഡാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ കാണാം. നല്ല തെങ്ങുകളും എല്ലാതായിട്ട് നല്ലൊരു തണലുള്ള ഒരു ഭാഗമാണ്. നല്ലൊരു ഏരിയയാണ്. അടുത്തടുത്തൊക്കെ വീടുകളുണ്ട്. നമുക്ക് മുകളിൽ വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. ഗോണിപ്പടിക്ക് മുകളിലായിട്ട് അപ്പം ഓൾമോസ്റ്റ് നമ്മളെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ട് വീണ്ടും അടുത്തൊരു അടുത്തൊരു വീടും കൂടെ കാണുന്നിടം വരെ സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് കാണുക. 3 റൂമും ഹാള് കിച്ചൺ എല്ലാം നമ്മൾ കണ്ട്, ഡൈനിങ് റൂമും എല്ലാം കണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാണ്, ഇതിന് ഉദ്ദേശിക്കുന്ന വില 33 ലക്ഷം രൂപ. 7.5 സെൻറ്റ് സ്ഥലവും 1200 വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുമാണ് ഇത് നമ്മൾ കണ്ടത്. വിവിധ കളറുകളാണ് കൊടുത്തേക്കുന്നത് റൂമിൽ. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതും അടുത്ത് തന്നെയാണ്. നമുക്ക് വരോട് ഗവൺമെൻറ് സ്കൂള് എല്ലാമായിട്ട് നമുക്ക് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഹൈവേയിൽ നമ്മളെ ചെർപ്പശ്ശേരി റോഡിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള 2ാമത്തെ വീടാണ്. അതിൻ്റെ ഗേറ്റും കാര്യങ്ങളാണ് കാണുന്നത്. ചുറ്റോട് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. അടുത്തൊക്കെ വീടുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഇതാണ് നമ്മൾ കാണുന്നത് സ്വിച്ച് ഔട്ട്. നമ്മൾ സ്വിച്ച് ഔട്ട് വിടുന്നതിനെ കാണാം. നമുക്ക് ചാരുപടിയൊക്കെ ആയിട്ടുള്ള ഇതിൽ 10 സെൻറ്റോളം സ്ഥലം വരുന്നുണ്ട്. 1200 സ്ക്വയർ ഫീറ്റാണ് വീട്. അപ്പോൾ നമുക്ക് കാർ പോർച്ചോ കാര്യങ്ങളൊക്കെ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ആക്കിയിട്ടുണ്ട്. ഇത് പിൻവശത്തു കൂടെയാണ് കോണിപ്പടി വരുന്നത്. ഇവിടെയും ബാക്കിൽ സൈഡിൽ നമുക്ക് കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊരു വർക്ക് ഏരിയ മാതിരി അവർ ഇറക്കിയതാണ്.
വീടിൻ്റെ നമ്മളെ ചുറ്റുവട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിവിടെ ചാരുപടിയൊക്കെ ഹാൻഡിലാണ്, സ്റ്റീലിൽ കൊടുത്ത ഹാൻഡിൽ. ചിത്താൻ്റെ ഒരു ഇതുണ്ട്, തേക്കിൻ്റെ ഒരു കതക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനും വലിപ്പമുണ്ട്, നമുക്ക് വണ്ടികളൊക്കെ നിർത്താനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് പോർഷനിലെ ഒരു ഹാളാണ്. ഇവിടെ നമുക്ക് പൂജാ റൂം ഇടാൻ വേണ്ടി 2 സൈഡിലായിട്ട് റൂമുകളും ഉണ്ട്. അതൊരു റൂമാണ്. കുട്ടികൾ യൂസ് ചെയ്യുന്നതാണ്. അതിൽ ഡംപ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ മുകളിലുണ്ട്. അതിനോട് ചേർന്ന് നമുക്ക് കൂടി ഒരു ബെഡ്റൂം ഉണ്ട്. AC ബെഡ്റൂമാണ്. ഡൈനിങ് ഹാള് കാണുന്നത്. കിച്ചന്റെ പോർഷനാണ്. കിച്ചൻ കഴിഞ്ഞ് വർക്ക് ചെയ്ത് നമ്മൾ കണ്ടാണ് വലുപ്പത്തിൽ പുറത്തേക്ക് ചെയ്തേക്കാണ്. ഇതിൻ്റെ ഇതും 10 സെന്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഇതിന് 33 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ബന്ധപ്പെടുക. നമ്പർ ഇതിൽ കൊടുക്കുന്നതായിരിക്കും. വീണ്ടും കാണുന്നത് വരെ ആരോമൽ സൈനിങ് ഓഫ്.